കൈറോയിൽ നിന്ന് ഈ പരിപാടിക്ക് വരാൻ സാധിക്കും എന്ന് കരുതിയിട്ടില്ല. കാരണം എനിക്ക് ഇന്ന് രാവിലെ 7:45 കൈറോ, 12:45 അബുദാബി, പിന്നെ അവിടെ നിന്ന് 2:45 കോഴിക്കോടുക്കുള്ള ഫ്ലൈറ്റാണ്. വടച്ചോനെ, ആന്ധ്രയിൽ ഈ ഉബൈദുള്ള സഖാഫി എത്ര പ്രയാസം സഹിച്ചിട്ടായിരിക്കും ഈ സ്ഥാപനം ഉണ്ടാക്കുന്നത്. അതുപോലെ ഈ കുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച കുട്ടികൾക്ക് എത്ര പ്രയാസം ഉണ്ടാവും, അവരെ പറഞ്ഞയച്ച മാതാപിതാക്കൾക്ക് എത്ര പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് പോകലാണ് ഖൈറെങ്കിൽ എനിക്ക് ടിക്കറ്റ് എളുപ്പമാകണം. ടിക്കറ്റ് ഒരു ദിവസം നേരത്തെ ആക്കാൻ പറഞ്ഞു. ഇന്നുള്ള ടിക്കറ്റ് ഇന്നലെയൊക്കെ ആക്കാം. വളരെ പ്രയാസം അവർ പറഞ്ഞെങ്കിലും, പക്ഷേ ബാബ ഫഖ്റുദ്ദീൻ അലൈഹി റഹ്മത്തു വരിദ്വാൻ അവരെ പേരിലൊരു ഫാത്തിഹ പഠിക്കെ ദുആ കിയ, ടിക്കറ്റ് ചേഞ്ച് ഹോ ഗയ. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ അഭിസംബോധന ചെയ്യാനുള്ള അവസരം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ ഒരുപാട് സമയം വൈകും. എനിക്ക് 10 മണിക്ക് 10 बजे अभी इधर से बेंगलुरु के लिए रवाना होना, इसलिए ज़्यादा लंबी चौड़ी बात नहीं करता. अच्छा, मैं तर्जमा करना चाहता हूँ हाफिज साहब की जो बात. पता नहीं ये लोग सही समझा है या नहीं समझा. നിങ്ങൾ ബഹുമാനപ്പെട്ട ഹാഫിസ് സാഹിബിൻ്റെ പ്രസംഗം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അതുകൊണ്ട് ഞാൻ തർജ്ജമ ചെയ്യാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഒരു ആലിമും ജാഹിലായ ആബിദും തമ്മിലുള്ള ഫർക്ക്. നമ്മൾ എന്തുകൊണ്ട് ആലിമീങ്ങൾ ഉണ്ടാകണം? വെറും ഇബാദത്ത്, അറിവില്ലാതെ ഇബാദത്ത് ചെയ്തത് കൊണ്ടൊരു കാര്യവുമില്ല. അവർ ശൈത്താന്റെ ആ പിശാചിന്റെ ചതിയിൽ കുടുങ്ങാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അറിവില്ലാത്ത ആബിദാകാതെ അറിവുള്ള ആബിദായി ആലിമായി മാറാനാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. സ്വയം ആലിമാകണം, പരമാവധി പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ടവർ ഉപദേശിച്ചത്. ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന ഒരു ആബിദിന്റെ അടുക്കൽ അദ്ദേഹം രാത്രി നല്ല ഉറങ്ങണ സമയത്ത് പിശാച്ച് ഇരുട്ടത്ത് വന്നു. അങ്ങനെ ദസ്തക്കിയ വാതിൽമേൽ മുട്ടി. രാത്രി ആബിദ് ഉറങ്ങുക, നല്ല ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആബിദ് ഉറങ്ങുകയാണ്. ആ സമയത്ത് വാതിലിൽ മുട്ടി. വാതിലിൽ മുട്ടിയപ്പോ ആബിദ് ഉണർന്നിട്ട് കോൻ ഹേ എന്ന് ചോദിച്ചു. അപ്പൊ ജവാബ് വന്നു പുറത്തുനിന്നേ. ശൈത്താന് ജവാബ് പറഞ്ഞു, മേ ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ ജിബ്രീലാണ്. എന്താ ജിബ്രീൽ ഈ സമയത്ത് വന്നത്? ഞാൻ നിങ്ങളെ മേറാജിന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അല്ലാഹു തആല ബുറാക്ക് തന്നയച്ചതാണ് എൻ്റെ അടുത്ത്. നോക്കണം, കേരളത്തിൽ നിന്ന് വന്ന സഹോദരിമാരൊക്കെ ഉണ്ടെ അല്ലോ ശ്രദ്ധിക്കണം. ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ശൈഖന്മാർ, കള്ള ശൈഖന്മാരുണ്ട്. ആ കൂട്ടത്തിലെ ആലിമീങ്ങൾ വരെ കുടുങ്ങണ ഒരു കാലവും കൂടിയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ വല്ലാത്ത ഇഷ്ടമായി. ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കുടുങ്ങണേ ആൾക്കാരാണ്. നമ്മളെ ബിരുദമുള്ള കൂട്ടരിൽ വരെ ഉണ്ട് അങ്ങനെ കുടുങ്ങിപ്പോണത്. നല്ലോണം തോർക്കണം, മുന്നിലിരിക്കുന്ന ഉസ്താദുമാർ പ്രത്യേകം. അതിനാണ് ഞാൻ നല്ലോണം ഇത് തർജ്ജമ ചെയ്യാന്ന് തന്നെ വെച്ചത്. അതിവിടെ പറയാൻ നല്ല ഒരു പറ്റിയ സംഗതിയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ കേട്ടോ നിങ്ങൾ സഹോദരിമാര് കേൾക്കുക. രാത്രി ഉറങ്ങുന്ന ജാഹിലായ ആബിദിന്റെ അടുക്കൽ ശൈത്താൻ വന്നിട്ട്, ഞാൻ ജിബ്രീലാണ്, എന്തിനാ വന്നത്? നിങ്ങളെ മേറാജിന് കൊണ്ടുചെല്ലണമെന്ന് അള്ള പറഞ്ഞയച്ചിട്ട് ബുറാക്കുമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആബിദ് മനസ്സിലാക്കി, ഞാനിങ്ങനെ ഇബാദത്ത് ചെയ്തപ്പോൾ എനിക്ക് അള്ളാന്റെ റസൂലിനെ കാണാൻ കഴിയും. മയിലിന്റെ രൂപത്തിൽ അള്ളാന്റെ റസൂല് വരും, കുതിരന്റെ രൂപത്തിൽ വരും. ഇനി ബുറാക്കുമായിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നതുപോലെ എൻ്റെ അടുത്തേക്ക് വന്നതായിരിക്കും എന്നൊക്കെ ഈ ജാഹിലായ ആബിദ് തെറ്റിദ്ധരിച്ചു. ഇരുട്ടുവാണ്. ഈ കള്ളനായ പിശാച്ച് കൊണ്ടുവന്നതൊരു കഴുതയായിരുന്നു. ഓ ഗദേ को लेके आया बुराक नहीं, लेकिन अंधेरी में ये जाहिल आबिद क्या समझा, मैं उस मकाम पे पहुंचा है अल्लाह सुब्हानो तआला जैसा कि अपने हबीब रसूलुल्लाह को मेराज पे बुलाया, उसी जैसे मुझे भी बुला रहे हैं.
അങ്ങനെ ഇയാൾ വേഗം കുപ്പായിട്ട് പിശാച്ച് കൊണ്ടുവന്ന കഴുതപ്പുറത്ത് കൊണ്ടുപോയി കയറി. പിശാച്ച് ആ ഇരുട്ടിൽ ഇയാളെ കൊണ്ടുപോയിട്ട് ഒരു കാട്ടിൽ കൊണ്ടുപോയി തള്ളി. സുബ്ഹാനല്ലാ, രാത്രി പിന്നൊന്നും കാണാനില്ല. ഇയാള് തപ്പിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എവിടെയുള്ളത്? മേ കഹാഹും മേ കൈസെ ഇധർ പൗഞ്ചാ ജിബ്രീൽ മുജെ ക്യോ ഇധർ ജംഗൽ മേ ചോടാ. ഒന്നും അറിയാതെ ഇയാള് നേരം വെളുപ്പിച്ചു. നേരം വെളുത്തപ്പോഴാ മനസ്സിലായത് ഞാനൊരു കാട്ടിലാണ്, എന്നെ പിശാച്ച് പറ്റിച്ചതാണ് എന്ന് ജാഹിലായ ആബിദിന് മനസ്സിലായത്. എന്നാൽ അതേ ഇബ്ലീസ് ആലിം സാബ് കെ പാസ് ആദി രാത് ഗയ. ഒരു ആലിമിന്റെ അടുക്കൽ നട്ടപ്പാതിരക്ക് ഇതുപോലെ ചെന്ന് വാതിൽമേൽ മുട്ടി. ഈ നോക്ക്ഡ് അറ്റ് ഹിസ് ഡോർ. ആലിം സാബ് ആസ്ക്ഡ് ഹു ഈസ് ഓൺ മൈ ഡോർ. അച്ഛാ മേരെ ദർവാസെ പേ കോൻ ഹെ? അപ്പൊ എന്ത് ചെയ്തു അറിയോ? വന്ന പിശാച്ച് പറഞ്ഞു, മേ ജിബ്രീൽ ഹും, ഐ ആം ദി മെസഞ്ചർ, ദി ഏഞ്ചൽ ഗബ്രിയേൽ. ഞാൻ ജിബ്രീലാണ് എന്ന് പറഞ്ഞു. അച്ഛാ ജിബ്രീൽ എന്താ ഇപ്പൊ ഈ നട്ടപ്പാതിർക്ക് വന്നതെന്ന് ചോദിച്ചു. വേറൊന്നുമല്ല, അള്ള പറഞ്ഞയച്ചതാ എന്നെ ബുറാക്കുമായിട്ട്. നിങ്ങളൊന്ന് മേറാജിന് കൂട്ടി കൊണ്ടുചെല്ലാൻ അള്ള പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ്ക്ക് നിങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയാണല്ലോ ഇപ്പൊ ഈ കള്ളത്തൊരീക്കത്തിന്റെ ശൈഖന്മാരൊക്കെ പറയും അള്ളാഹ്ക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. മൊയ്തീൻ ശൈഖിന്റെ അടുത്ത് സ്വർണ്ണത്തളിക ഇറക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് അള്ള എല്ലാ ഹറാമും ഹലാലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. പിറാനെ പീർക്കോ ഓ സോനെ കെ ബർത്തൻ ഉതാർ ദിയ शैतान ने, बोले अल्लाह ताला आपके लिए तमाम हराम को हलाल करार दिया. देखो गुमराह करने के लिए शैतान कैसे कैसे सूरत में आता है. आलिम उड़ने चिंतिचू, मेराज मेरे आका के लिए खुसूसी बात. हजरत मूसा अलैहिस्सलातु वस्सलाम, മൂസാ നബി അള്ളാഹിനോട് പറഞ്ഞു, അരിനി അൻദുറിലേക്ക്, പഠിച്ചോനെ എനിക്ക് എന്നൊന്ന് കാണണം, നിന്റെ അടുത്തൊന്ന് വരണം. അല്ല പറഞ്ഞു, ഇന്നക ലൻ തറാനി, കാണൂലാന്ന്. പക്ഷേ ബാർ ബാർ ഗുസാരിഷ് കിയാ ബർഗാഹെ അസമത്തെ ഇലാഹുമേ, അള്ളാഹിനോട് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യാ, പഠിച്ചോനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അല്ല പറഞ്ഞു, നാല് വലാക്കിൻ ഇൻദുർ ഇലൽ ജബൽ, ആ മലമക്ക് ഹൂഹെ തൂർപ്പേതേക്കോ, ആ പർവ്വതത്തുമേ നോക്കാൻ പറഞ്ഞു. ആ പർവ്വതത്തുമ്മൽ ഫലമ്മാ തജല്ലാ റബ്ബുഹു ജഅലഹു ദക്കൻ വഖറ മൂസാ സഇഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രകാശം, ഒരു തജല്ലി ആ മലമ്മൽ ഉണ്ടായപ്പം മലയൊന്നായിട്ട് പൊടി പൊടിയായി ഭസ്മമായി. വഖറ മൂസാ സഇഖാ, पैगंबर मूसा अलैहिस्सलातु वस्सलाम बेहोश हो. ये सब आलिम जानता है. ആലിമിന് ഇത് മുഴുവൻ അറിയാം. അതുകൊണ്ട് ആലിം ജിബ്രീലാണെന്ന് പറഞ്ഞ ശൈത്താനോട് പറഞ്ഞു, തൂ ഇബ്ലീസ് ഹേ, തൂ ശൈത്താൻ ഹേ, തൂ ജിബ്രീൽ നഹി. ഒരിക്കലും ജിബ്രീൽ അല്ല നിങ്ങൾ, നിങ്ങൾ കള്ളനാണ്. ഭാഗ് ജാവോ ഇധർ സേ, വേഗം ഇവിടുന്ന് ഓടിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞാന് കഥ കഴിക്കുന്ന. ഇബ്ലീസ് നിരാശനായി പോകേണ്ടി വന്നു. മാഷാ അല്ലാ, हमारे हाफिज जी ने एक वाकिया के जरिए ये पूरा मसला हमारे सामने हैरतंगेज सूरत में इंकिशाफ किया. വളരെ നല്ല രീതിയിൽ ഇത് പറയേണ്ടത് തന്നെയാണ് ഇപ്പൊ ബിരുദം വാങ്ങുന്ന ആലിമീങ്ങളോട്. ബിരുദം വാങ്ങുന്ന ആലിമീങ്ങളും അല്ലാത്തവരും ഒക്കെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ എന്താ മാർഗം എന്നാലോചിക്കുന്നത്. എവിടെയെങ്കിലും നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പൈസക്കാരോട് 1,00,000 ഉറുപ്പ്യ എന്നാൽ മാസം മാസം നിങ്ങൾക്ക് 10,000 ലാഭം കിട്ടും എന്ന് പറഞ്ഞ് പലിശക്കാരൻ്റെ വലയിൽ ഇവരെയും കൂടി കൊണ്ടുപോയി തള്ളിയിടും. അഥവാ 2-3 മാസമൊക്കെ 10,000 തന്ന 5,000 സ്വന്തം പോക്കറ്റിലിട്ടിട്ട് ബാക്കി 5,000 മറ്റോൾക്ക് കൊടുക്കും. അവസാനം ആ തട്ടിപ്പുകാരൻ ഈ പൈസയായിട്ട് മുങ്ങും. ഇയാൾക്കിനി ഒരു മഹലിലും ജോലി ചെയ്യാൻ പറ്റാതെ ഈ പണ്ഡിതനായ അല്ലെ ബിരുദധാരിയായ ഈ ആലിമിന് പിന്നെ ജീവിക്കാൻ പറ്റാതെ ആത്മഹത്യ വരെ ചെയ്യേണ്ട അവസ്ഥ. അതുകൊണ്ട് സനത് വാങ്ങിയ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ,
നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങളൊരിക്കലും അങ്ങനത്തെ ഭൗതികമായ താല്പര്യത്തിൻ്റെ പിന്നാലെ പോകരുത്. നിങ്ങൾ മറ്റുള്ളവരോട് പൈസ വാങ്ങിയിട്ടാണെങ്കിലും ഇനി നിങ്ങളുടെ സ്വന്തം പൈസയാണെങ്കിലും അത് പലിശക്ക് കൊടുത്ത് മാസം മാസം ഇത്ര ലാഭം കിട്ടും എന്ന് പറഞ്ഞ പല രീതിയിലുള്ള ചെയിൻ ബിസിനസ്സുകളുണ്ട്. അങ്ങനത്തെ ബിസിനസ്സുകളിലൊന്നും കൂടെ പോകാൻ പാടില്ല. പിന്നെ മറ്റൊരു വഴിയാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഷെയ്ഖായി സ്വന്തം ചമയ. അങ്ങനെ അതിന് പറ്റിയൊരു വേഷമൊക്കെ ധരിച്ച് ആൾക്കാരെ പറ്റിച്ച് പൈസ വാങ്ങുക ഒരിക്കലും പാടില്ലാത്ത വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനും അത് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ഭൗതികമായ ഒരു താല്പര്യവും കാംക്ഷിക്കാനേ പാടില്ല. ഉല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഇതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ച നയവും നിലപാടും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ബാക്കിയുള്ള അമ്പിയാക്കന്മാരൊക്കെ സ്വീകരിച്ച നിലപാടതാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ ഉലമാക്കള് ശമ്പളത്തിന്റെ പേരിൽ തർക്കിക്കാൻ പാടില്ല. ഒരു മഹലിൽ ജോലിയേറ്റാൽ ഇത്ര ശമ്പളം വേണം എന്ന് പറയാനും പാടില്ല. നമ്മൾ അല്ലാഹു തആലാന്റെ ദീനിന്റെ ഹയാത്തായ ഇൽമു പഠിച്ചത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. कम अज कम एक आदमी को हिदायत पाने में हम मदद हो तो पूरी दुनिया हमारे हाथ में आने से ज्यादा अच्छा. ये है हमारे लिए तनख्वाह, हमारे सैलरी वही है. लेकिन मोहल्ला के लोग वो अपनी खुशी में हमारे लिए महीना महीना कोई रकम देता है, कबूल करना वो, लेकिन ये तनख्वाह ज्यादा देना चाहिए, वरना मैं इधर से और कहीं जाऊंगा, ये धमकी नहीं देना. ശമ്പളത്തിന്റെ പേരിൽ വിലപേശാൻ പാടില്ല. ആ മഹല്ലത്ത് ചെന്ന് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ മഹല്ലത്തിൽ നല്ല ദീനി അന്തരീക്ഷം ഉണ്ടാക്കാൻ, അവിടുത്തെ ആളുകളെ ദീനുമായിട്ട് അടുപ്പിക്കാൻ, അവിടുത്തെ ആളുകളെ സുന്നത്തിയമായത്തിലേക്ക് അടുപ്പിക്കാൻ. അവിടുത്തെ ജനങ്ങളിൽ ലഹരിക്കാരുണ്ടാകും, കള്ളു കുടിക്കുന്നവരുണ്ടാകും, പെണ്ണു പിടിക്കുന്നവരുണ്ടാകും. ആ നാട്ടുകാരുടെ അത്തരം ദുസ്വഭാവങ്ങളിൽ നിന്നൊക്കെ അവരെ ശുദ്ധീകരിക്കണം. അവരെ നാട്ടിൽ തട്ടിപ്പ് നടത്തുന്നവരുണ്ടാവും, ആ തട്ടിപ്പിനെതിരെ ഹിക്മത്തോടുകൂടി ഇടപെടണം. ആ നിലക്ക് നമ്മൾ നല്ല രീതിയിൽ ദഅവാ പ്രവർത്തനം നടത്തലായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് വളരെ ശക്തമായി തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഉലമാ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉലമാ നമ്മുടെ നാട്ടിൽ സുന്നത്തിയമായത്തിന്റെ വിരുദ്ധ ശക്തികളായി ഏതൊക്കെ പാർട്ടികൾ വന്നിട്ടുണ്ടോ ആ പാർട്ടികളൊക്കെ വന്നപ്പോൾ അത് സൂഫിസത്തിന്റെ പേരിലാണെങ്കിലും ത്വരീഖത്തിന്റെ പേരിലാണെങ്കിലും അതല്ലാത്ത വല്ല ബിദഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും അവിടൊക്കെ ആലിമീങ്ങൾ ആരെയും പേടിക്കാതെ സുന്നത്തിയമായത്ത് പറഞ്ഞതുകൊണ്ടാണ് ലോകത്തെവിടെയുമില്ലാത്ത രീതിയിൽ പ്രിയപ്പെട്ടവരെ ഇന്നും ആ സുന്നത്തിയമായത്തിന്റെ യഥാർത്ഥ രൂപം അവിടെ നിലനിൽക്കുന്നത്. ജിബിരിയിലാണ് എന്ന് പറഞ്ഞവന്റെ ബേക്കിൽ പോകുന്ന ഒരവസ്ഥ ഇന്ന് പല നാടുകളിലുമുണ്ട്. വലിയാണ് എന്ന് പറഞ്ഞ് പോകുന്നവന്റെ കൂടെ കൂടുന്ന അവസ്ഥ ഉണ്ട്. നബിയാണ് എന്ന് പറഞ്ഞു വരുന്നവന്റെ കൂടെ കൂടുന്ന അവസ്ഥയും എല്ലാ നാട്ടിലുണ്ട്. നമ്മളെ നാട്ടിൽ വരെ ഏതാണ്ട് അങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഈ നാട്ടിലൊക്കെ ഉള്ളതുപോലെയാവും. ഒരു ദർഗയും അതിൻ്റെ കൂടെ കുറേ ആളിങ്ങനെ കൂടുക എന്ന് മാത്രം ദീനുണ്ടാവൂല. അതുകൊണ്ട് നിങ്ങളോട്, നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ എപ്പോഴും വേണ്ടത് മറ്റാരുടെയെങ്കിലും പിന്നാലെ കൂടിയിട്ട് ഷെയ്ഖും മുരീദും ആവുകയല്ല. നമ്മൾ ബുഖാരി ഇന്ന് ഖത്മുൽ ബുഖാരി നടത്തി, നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ട്, തഫ്സീർ ഓതിയിട്ടുണ്ട്, ഹദീസ് ഓതിയിട്ടുണ്ട്, ഫിഖ് പഠിച്ചിട്ടുണ്ട്. നമ്മളെ കിതാബിലൊക്കെ പഠിച്ച സുന്നത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നു. ഫർദ് തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അപ്പം നമുക്ക് വേറൊരാള് അള്ളാഹിനെ കാണിച്ചു തരാന്നോ, നബിനെ കാണിച്ചു തരാന്നോ, ജിബ്രീലിനെ കാണിച്ചു തരാന്നോ, ബുറാഖുമായിട്ട് വന്നതാണെന്നോ പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ കൂടിയാൽ അതിൻ്റെ അർത്ഥം നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നാ. നമ്മൾ പഠിച്ചതനുസരിച്ച്
ഇൽമ് പഠിച്ചതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇൽമ് നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മുടെ ദുന്യവിയും ഉഖ്റവിയായ എല്ലാ ആവശ്യവും അല്ലാഹു വീട്ടി തരും. അതേ സമയം ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഹദീസ് മനിസ്ദാദ ഇൽമൻ, ഇൽമ് നല്ലോണം കൂടിയിട്ടുണ്ട്, എൻസൈക്ലോപീഡിയ ബൻ ഗയാ ഹൈ, ആലിം ബൻ गया है, वलाकिन वलम यज़ददु हुदन, ये इल्म में इजाफा हुई है लेकिन हिदायत में अगर आलिम साहब को इजाफा नहीं हुई है फलम यज़दद मिन अल्लाहि इल्ला बुअदा, वो अल्लाह से दूर दूर जाता है, जाहिल से ज्यादा उसके लिए मुसीबत बन जाता है अपने इल्म. അതുകൊണ്ട് ഇൽമു പഠിച്ചിട്ട് കേട് വന്നാൽ ഇൽമു പഠിക്കാതെ കേട് വന്ന ജാഹിലിനെക്കാളും മോശമാകും. ഉൽജിമ ബി ജിലിജാമിൻ മിനൻ നാർ എന്ന് ഹദീസിലൊക്കെ പഠിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്താ ഖുർആൻ പറയുന്നത്? ഖുർആൻ വളരെ കൃത്യമായി ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹ്. മറ്റൊരു സ്ഥലത്ത് അതഅ്മുറൂന الناس بالبر وتنسون انفسكم وانتم تتلون الكتاب. പഠിച്ച ആളുകൾ ജാഹിലീങ്ങളെ പോലെ ആയാൽ അതൊരിക്കലും അവർക്ക് ഗുണമാവുകയില്ല, മറിച്ച് കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹു തആലാന്റെ ഏറ്റവും വലിയ ഗളബിന്, ദേഷ്യത്തിന് കാരണമാകാൻ ഉള്ള ഒരു നിമിത്തമാണ് ഈ പഠിച്ച ആള് ജാഹിലീങ്ങളെ പോലെ ആവുക എന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ ഖുർആൻ തന്നെ പറയുന്നത്. അല്ലാഹു തആല ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അല്ലാഹു തആല നാഫി അല്ലാത്ത ഇൽമിനെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാണ്.